എല്ലാവർക്കും ഉപ്പുമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്കൊരു നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. 2 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വെള്ളം തോർത്തി എടുക്കണം. ഇനി നമുക്ക് ഈ കുതിർത്ത അരി പൊടിച്ചെടുക്കാം, ചെറിയ തരിയോടുകൂടി. അപ്പം നമുക്കിത് തെള്ളിയെടുക്കാം. നമ്മുടെ പൊടി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഒരു ചെറുതായിട്ട് ലാസ്റ്റ് ഒരു ലേശം ആ ഒരു പൊട്ടതിൻ്റെ തരിപ്പയും നല്ല തരിപ്പയുടെ ഇടയ്ക്കുള്ളൊരു തരിപ്പല്ലേ, അതാണ് ഏറ്റവും നല്ല കേട്ടോ. ചെറിയ തരി അത്ര ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/2 കിലോ ശർക്കര ഇട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകട്ടെ. നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയമാക്കി വയ്ക്കാം. ഇനി നമ്മൾക്ക് തയ്യാറാക്കി വെച്ച പൊടിയിലേക്ക് ഉരുക്കിയ ശർക്കര ചേർക്കാം. ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ചേർത്താൽ അതിൽ എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഈ മിക്സ് നമുക്ക് നന്നായിട്ട് കട്ടയൊടിച്ചെടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മിക്സ് നന്നായി കട്ടയെല്ലാം ഒടിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ ആട്ട, അതായത് 1 ഗ്ലാസ്സിന് 1 സ്പൂണ്, 2 സ്പൂൺ ആട്ട മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് 10 പഴം ഒരു മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ പഴം കൂട്ട് ഈ നമ്മുടെ മിക്സിയിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പം കൂട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് 5 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കാം. 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കൂട്ട് റെഡിയായി പൊങ്ങി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിൽ 2 സാധനങ്ങൾ ചേർക്കണം. 1/2 മുറി തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞ് നെയ്യിൽ വറുത്തതും 2 സ്പൂൺ കറുത്ത എള്ള് വറുത്തെടുത്തതും കൂടി ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളതൊരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് പകർന്നെടുക്കാം, ചുടാൻ സൗകര്യത്തിന്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഉണ്ണിയപ്പ പാത്രം വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും, ഞാൻ അങ്ങനെയാണ് മിക്സ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ മാത്രമാണെങ്കിൽ കോക്കനട്ട് ഓയിൽ മാത്രം നന്നായി തിളച്ചതിന് ശേഷം ചെറിയ സ്പൂണിൽ ഓരോ സ്പൂൺ വീതം കോരി ഒഴിക്കുക. ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പം പാകമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ 2 വശവും ഒരുപോലെ വേവട്ടെ. ഉണ്ണിയപ്പം റെഡിയാവുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ചുട്ടിടാനൊരു പാത്രം റെഡിയാക്കാം. 2 ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ എണ്ണ അധികം ഉണ്ടെങ്കിൽ അതിൽ വലിച്ചെടുത്തോളൂ. നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞു. ഇതിന് നമുക്ക് കോരി എണ്ണ തോരാൻ വയ്ക്കാം. ഇങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞു. ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. നല്ല മണമെല്ലാം പരന്നത് കാരണം ആൾക്കാർക്ക് മെല്ലെ അടുക്കളയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 2 ഗ്ലാസ് അരിയിൽ നിന്ന് ഇങ്ങനെ 100 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി ഇനിയും കാണാം.